എല്ലാവർക്കും വി ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രജൻലാൽ പണിക്കറുമായുള്ള അഭിമുഖവുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. 42 വർഷത്തിന് ശേഷം ചിറക്കൽ പെരുങ്കളിയാട്ടത്തിൽ ഒറ്റക്കോലം കെട്ടിയ കോലധാരിയാണ് രജൻലാൽ പണിക്കർ. 163 തവണ അഗ്നിയെ പുണർന്ന് ഒരുപാട് പ്രശസ്തിക്ക് അർഹനാവുകയും ചെയ്തു രജൻലാൽ പണിക്കർ. അധികം ദീർഘിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ചിറക്കൽ പെരിങ്കളിയാട്ടം, അതായത് 45 വർഷത്തിന് ശേഷം നടന്നൊരു പെരിങ്കളിയാട്ടമാണ്. അവിടെ ഒറ്റക്കോലം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് അവിടെ ഒറ്റക്കോലത്തിലേക്ക് എത്തിയത്? സത്യം പറഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അവിടെ ഒരു തെയ്യം കെട്ടാൻ പറ്റുന്നു. കാരണം മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അപ്പുറം പുതിയൊരു വഴി പോകുന്ന സമയത്ത് ഈ ഫ്ലക്സ് കണ്ടിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ഇതിലും നമുക്കൊരു ചണ്ടയും കൊണ്ട് നിൽക്കാൻ അത്രയും ഭാഗ്യമാണ്. കാരണം അത്രയും പൂർവികന്മാർ ചെയ്തിരിക്കുന്ന ഒരു സുഹൃത്തെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു പെരുങ്കളിയാട്ടം ഒരു തെയ്യം നടക്കുന്ന സമയത്ത് നമ്മളെ പങ്കാളിത്തം ആടെ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു മഹാഭാഗ്യമാണ്. അപ്പം അതെല്ലാം മനസ്സിൽ എന്നേരം ഉണ്ടായിനി. അത് കഴിഞ്ഞ് നമ്മൾ തെക്കുംപാട് കൂലോത്ത് ഈ ദേവക്കൂത്ത് നടക്കുന്ന സ്ഥലത്ത് അവിടെ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു കോള് വന്നത്. അത് നമ്മൾ അഴീക്കോട് ദിനേശൻ പെരുവണ്ണൻ, ദിനേശേട്ടനാണ് എന്നെ വിളിച്ച് ഈ ഒരു കാര്യം എന്നോട് ചോദിക്കുന്നത്. എനിക്കിങ്ങനെ നമ്മളെ മാടായി മുച്ചിലോട്ട് തിരുമുടി വെക്കുന്ന ദിനേശൻ. അപ്പോൾ അവർ ദിനേശേട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു തെയ്യം കെട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞില്ല. ആദ്യം എന്നോട് പറഞ്ഞു, എൻ്റെ നാട്ടിൽ അഴീക്കോട് ഒരൊറ്റക്കോലം കഴിക്കണം എനിക്കാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എനിക്ക് ആവായിത്തൊന്നുമില്ല, പക്ഷെ അടുത്ത ജന്മാധികാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ എനിക്ക് വേണം. അല്ലാതെ നമ്മൾ ഒരിക്കലും അവർക്കൊരു ശല്യമായിട്ട് നമ്മൾ പോയിട്ടൊരു തെയ്യം കഴിക്കാൻ പറ്റില്ല. അത് നമുക്കൊരു എവിടെയും നമുക്ക് ആ തെയ്യം എത്തുകയും ചെയ്യില്ല. അപ്പോൾ അവരെ പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തെയ്യം കഴിക്കാൻ കഴിയൂ. അപ്പോൾ അത് പറഞ്ഞു. അപ്പം പറഞ്ഞു ജന്മാധികാരികളും അവർക്കൊന്നും പ്രശ്നമില്ല, അവർ നിങ്ങൾക്ക് അടയാളം തരും, നിങ്ങൾ വന്നിട്ട് കഴിക്കണം എന്നാണ്. ഞാൻ പറഞ്ഞാൽ കഴിക്കാം, സ്ഥലം എവിടെയാണെന്നാണ്. ഇന്നലെ തന്നോട് പറഞ്ഞ ചിറക്കൽ കൂലത്ത് 2 ഒറ്റക്കോലുണ്ട്. ആദ്യത്തെ ദിവസം അവിടുത്തെ ജന്മാധികാരിയായ അഭിരാമാണ്. അന്നേരം ചെറിയ വയസ്സിലുമാണ്, 14-15 വയസ്സിലുമാണ്. ആദ്യത്തെ ഒറ്റക്കോലമാണ്. രണ്ടാമത്തെ ഒറ്റക്കോലം നീ കഴിക്കണം, ഞാൻ നിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പിന്നെ എനിക്ക് എന്താ പറയണ്ടേ, തലക്കടിയിട്ടേ വലിയുണ്ടായിന്. ആകെ തലയും കറങ്ങുന്ന മൊത്തം ശരീരം മൊത്തം ഒരു വിറയലാണ്. കാരണം നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു അത്രയും വലിയൊരു ഭാഗ്യമാണ് നമുക്ക് അവിടെ ഒരു തെയ്യം കഴിക്കുമെന്ന് പറഞ്ഞാൽ. അത് ഇത്രയും വലിയൊരു തെയ്യം കഴിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ പറഞ്ഞവിടെ ഞാൻ പറഞ്ഞു, ഏട്ടാ ശരി, അങ്ങനെയാണെന്ന് ഞാൻ കഴിച്ചുതരാം, എനിക്ക് കഴിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഇല്ലൂ. അടയാളം മേടിക്കുന്ന ഡേറ്റ് എന്നോട് പറഞ്ഞു. എന്നോട് പറയുന്നത് വെച്ചാൽ മുള്ളൂർ പുതിയവതി ക്ഷേത്രത്തിൽ ഞാൻ തെയ്യത്തിന് പോയ സമയത്ത് നമ്മുടെ ചടങ്ങും കാര്യമായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് എനിക്കൊരു കോൾ വന്നു. ഒരു വീഡിയോ കോളാണ്. വീഡിയോ കോൾ വന്ന സമയത്ത് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. 4-5 കോൾ ഉണ്ടായിന്. ചണ്ടയിൽ അവിടെ എടുത്ത് വെച്ച് ഫോൺ നോക്കുമ്പോൾ കോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത സമയത്ത് നമ്മളെ ചെറുക്കക്കൂടത്തിന് സുരേഷ് വർമ്മ കൺവീനർ, അദ്ദേഹമാണ് ഈ തെയ്യം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത അദ്ദേഹം. അപ്പോൾ തമ്പുരാൻ എന്നെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത്. ആ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആദ്യം ഒരു ശരീരം മൊത്തം ആദ്യം ഒരു വിറയലാണ്. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഏട്ടനുണ്ടായിന്. അപ്പോൾ ഏട്ടന് ഞാൻ തമ്പുരാനോട് സംസാരിച്ചു. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഇന്ന ഡേറ്റിന് നിങ്ങൾ വന്നിട്ട് അടയാളം വാങ്ങണം എന്ന്. അപ്പോൾ അവർ പറഞ്ഞ ഡേറ്റിന് പ്രകാരം ഞാനും എൻ്റെ ഏട്ടനും എനിക്കൊരു ഏച്ചിയുണ്ട്, എൻ്റെ ഏച്ചീൻ്റെ ഹസ്ബൻഡും ഏച്ചീൻ്റെ മോനും അടക്കം നമ്മൾ ഒരു 4-5 ആൾ അവിടെ പോയി. അപ്പം ബാക്കിയുള്ള കാര്യമെല്ലാം അവിടെ നിന്ന് സംസാരിച്ചു. ഒറ്റക്കോലത്തിൻ്റെ അടയാളം വേറെ തന്നെ ബാക്കിയുള്ള തെയ്യക്കാർക്കെല്ലാം ആദ്യം അടയാളം കൊടുത്തു. അതെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ നിനക്ക് അടയാളം തരുന്നു. അപ്പം അടയാളം തരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഭംഗിയായിട്ട് ചെയ്തു തരണം എന്ന് പറഞ്ഞു. ഞാൻ എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തരേണ്ടതെല്ലാം ദൈവത്തിൻ്റെ കൈമലാണ്. എന്നെ കൊണ്ടാവും പോലെ ഞാൻ പ്രവർത്തിക്കാൻ എല്ലാവരും അടയാളം വാങ്ങി. അങ്ങനെ തെയ്യമായി. തെയ്യം അടുത്തടുത്ത് വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ പൊതുവേ ഏത് തെയ്യം കഴിക്കുമ്പോൾ അടുത്തടുത്ത് വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഉള്ളിലൊരു ഭയം ഉണ്ടാവും. ഇത് കുറച്ച് കൂടുതലാണ്. കാരണം അത്രയും വലിയൊരു സ്ഥലം പെരുങ്കളിയാട്ടം. അത് ഈ 37 പരിദേവതമാരെ ആരൂഢ സ്ഥാനം എന്ന് അറിയപ്പെടുന്ന സ്ഥലത്താണ് ചെറുക്കക്കൂടത്താണ് ആ തെയ്യം കഴിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരുപാട് പിരിമുറുക്കനൊക്കെ ഉണ്ടായിന്. പക്ഷെ ആരോടൊന്നും പറയാനും കഴിയില്ല. അങ്ങനെ തെയ്യ സമയത്ത് ആദ്യത്തെ ദിവസം അവിടെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക്
പിന്നെ ആദ്യത്തെ ദിവസം പോകാൻ പറ്റില്ല. ഇപ്പോഴേ അഭിറാമിൻ്റെ ഒറ്റക്കോലത്തിന് പോയി. കാരണം ആടുന്ന് പിന്നെ കളരിവാതിക്ക് നമ്മളിവിടെ മാടയക്കാവുന്ന തൊഴുത് വരണം, ഇട്ടമ്പല് മാടയക്കാവുന്ന കുളിച്ചു വരുന്നത്. അതുപോലെ തന്നെ ചിറക്കക്കൂലത്തെ പെരുങ്കളിയാട്ടത്തിന് പിന്നെ കളരിവാതിക്കുന്നാണ് കുളിച്ചു വരുന്നത്. അപ്പൊ എങ്ങനെയാണ് അടുത്ത ചടങ്ങും കാര്യം നമുക്ക് അറിയില്ല. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ തെയ്യം കണ്ടിട്ട് വേണം നമുക്ക് ആ തോട്ടത്തിന്റെ കാര്യങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ പോയി അവിടെ ചെക്കൻ്റെ പിന്നെ അഭിറാമിൻ്റെ തോട്ടം കണ്ടു. തോട്ടം കുളിച്ചു വരുന്ന വഴി നമ്മൾ തോട്ടത്തിന് ഒന്നിച്ച് ഞാനുണ്ടായിനി, പിന്നെ മേലേരി പായും ഒന്നിച്ചുണ്ടായിനി. അപ്പോൾ ആ തോട്ടം കഴിയുന്നവരെ ഞാൻ അടി ഉണ്ടായിനി. അപ്പം അവിടുത്തെ ജനങ്ങളും കാര്യങ്ങളെല്ലാം കണ്ട് പിന്നെ കൂടുതലാണ് പേടി, നല്ലോണം പേടിയാകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എല്ലാവരോടും പിന്നെ പറഞ്ഞു നാളെ ഇപ്പം ഞാനാണ് എങ്ങനെയാണ്. അപ്പം പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, എല്ലാം ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കൈമലാണ്. അങ്ങനെ നമ്മളെല്ലാം വീട്ടിലേക്ക് വന്നു. പിറ്റേന്ന് നമ്മളെ കാര്യങ്ങളെല്ലാം പിന്നെ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ, തോട്ടത്തിൻ്റെ സാധനമായാലും തെയ്യത്തിൻ്റെ സാധനമായാലും പൂ കിട്ടേണ്ടതായാലും അതെല്ലാം പ്രവർത്തിച്ച് തറവാട്ടിൽ വന്ന് തറവാട്ടിൽ നമ്മൾ ദൈവത്തിനെയും പ്രാർത്ഥിച്ച് അപ്പൻ്റെ അപ്പാപ്പൻ്റെ അനുഗ്രഹം വാങ്ങി നേരെ തെയ്യത്തിന് പോയി. അവിടെ എത്തി. അവിടെ നിന്ന് നേരെ മന്ത്രശാല പോയി. ഈ 37 പ്രതിദേവതമാരെയും കുടിയിരുത്തിപ്പെട്ട മന്ത്രശാല ഉണ്ടല്ലോ, കാണിച്ചു കൊടുത്ത മണക്കാടൻ ഗുരുക്കൾ കാണിച്ചു കൊടുത്ത മന്ത്രശാല ഉണ്ടല്ലോ, അവിടെ പോയി തൊഴുതു. അവിടെ പോയി തൊഴുതുമ്പം തന്നെ പേടിയോടിയാണ് അവിടെ പോയി തൊഴുതത്. കാരണം ഇത്ര വലിയ സ്ഥലത്താണ് ഞാൻ തെയ്യം കഴിക്കുന്നത്. എന്തായിത്തീരും എങ്ങനെയായിത്തീരും ഒന്നും എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഒറ്റക്കോളത്തിൻ്റെ കാര്യം നമുക്കൊരിക്കലും പിന്നെ പറയാൻ പ്രവചിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് ഒറ്റക്കോളത്തിൻ്റെ കാര്യം. അപ്പോൾ അവിടെ പോയി ഞാൻ പ്രാർത്ഥിച്ചു. ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, പിന്നെ എൻ്റെ ദൈവം എൻ്റെ അപ്പനപ്പാപ്പന്മാരെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ എന്നെക്കൊണ്ട് പറ്റണം, ഒരു ഒലുക്കത്ത് പോലും ഇല്ലാണ്ട് എന്നെ തിരിച്ചിങ്ങോട്ട് കാത്തുരക്ഷിച്ചെടുക്കണം എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എവിടെ അടയാളം കാണിച്ചാലും എപ്പോഴായാലും ഞാൻ പറയുന്ന കാര്യം എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ ചെയ്യും. അല്ലാണ്ട് നമുക്കൊരു തെയ്യം നമുക്ക് പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് തീച്ചാൽ നമുക്ക് എടുക്കാം. ഒരൊറ്റക്കോലം കഴിക്കുമ്പോൾ ഞാൻ പിന്നെ ചെറിയ മേലേരി ആയാലും വലിയ മേലേരി ആയാലും ഞാൻ 100 പോകും 150 200 പോകും നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഒരു കാരണവശാലും നമുക്കത് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പിന്നെ ഉൾപ്പവർ വേണം. പിന്നെ നമ്മൾ ദൈവം നമ്മളെ കൂടി ഉണ്ടാവണം. നമ്മൾ ഒരിക്കലും ഏത് ദൈവം കഴിക്കും നമ്മളൊരു അഹങ്കാരത്തോട് ഒരു വാക്കോ വർത്തനോ നമ്മൾ പറയാൻ പറ്റില്ല. എപ്പോൾ നമ്മളെ ദൈവത്തിന് നമ്മൾ അർപ്പിച്ച് നമ്മൾക്കൊണ്ടാവുന്ന പോലെ നമ്മൾ ചെയ്യും. ബാക്കി നമ്മളെ ദൈവം നമ്മളെ കൂടി ഉണ്ടാവും. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ആ തെയ്യം കഴിച്ചു. പിന്നെ ഇതുവരെ ആടെ പിന്നെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായില്ല. കാരണം 163 തവണയാണ് പിന്നെ മേലേരിൽ വീണത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ തമ്പുരാൻ വന്ന് പിടിച്ചു. അവിടെ നിന്ന് കുറച്ച് തെയ്യം സംസാരിച്ചു. മേലേരി വണക്കെല്ലാം കഴിഞ്ഞ് നേരെ പിന്നെ ക്ഷേത്രം കവാടത്തിലെത്തി. ക്ഷേത്ര സന്നിധിയിലെത്തി ഇരുന്ന സമയത്താണ് എല്ലാവരും പിന്നെ കുറേ ആൾക്കാരുണ്ട്. കാരണം കണ്ടു നിന്നവരും പിന്നെ നമ്മളെ മലയാള സമുദായത്തിൽപ്പെട്ടവരായാലും പെരുവണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരായാലും ഒരുപാട് ആൾക്കാർ ആ സമയത്ത് ആടി ഉണ്ടായി. അപ്പോൾ അവരെല്ലാവരെയും മുമ്പ് നിന്നൊരു പിന്നെ ഈ തെയ്യിൽ വീണത് ഇങ്ങനെ പ്രവചിക്കുക എന്നുള്ളൊരു സംഗതി ആടി ഉണ്ടായിരുന്നു. അപ്പോൾ 163 തവണ നമ്മൾ പിന്നെ ഭഗവാൻ അഗ്നി പുണർന്നു ഇതിലൂടെ പ്രവചിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമായി. ഒരു പിന്നെ എംബ്രോൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പ്രവചിക്കുകയും ചെയ്തു. തെയ്യം കഴിഞ്ഞേ പിന്നെയാണ് പിന്നെ എംബ്രോനായാലും തമ്പുരാനായാലും എന്നോട് പറഞ്ഞു നമ്മളൊരു സംഗതി ചെയ്യുന്നുണ്ട്, ഒരു സംഗതി നമ്മൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അത് പണിക്കറ വിളിച്ചറിയിക്കാണ്. അങ്ങനെയാണ് രണ്ടാമതും ഒരു ആചാരത്തിൻ്റെ ഇതവർ എന്നോട് സംസാരിച്ചത്. അത് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ തെയ്യം കഴിഞ്ഞു 2 മാസം കഴിഞ്ഞ പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് അവിടെ തെയ്യം കഴിച്ച എല്ലാവർക്കും പിന്നെ അനുമോദനമുണ്ട്. ഒരു ചെറിയൊരു സഭയിൽ വെച്ച് അനുമോദനം, അത് ഈ ചിറക്കൽ കൂലോത്ത് വെച്ചിട്ട് തന്നെ ഒരു അനുമോദനവും കാര്യങ്ങളും ഉണ്ടെന്നു. അപ്പം ഞാനും എൻ്റെ ഒന്നിച്ച് നമ്മളെ മാടായി പെരുവണ്ണൻ അശ്വൻ ഉണ്ടായിനി. അങ്ങനെ നമ്മൾ 2-3 ആൾക്കാർ അവിടെ പോയി അതിലൊരു നമ്മളെ പങ്കാളിത്തം കൊണ്ട് നമ്മളെ അനുമോദിക്കുകയും ചെയ്തു. എല്ലാ ചടങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു. തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ഈ ഒരു ആചാരത്തിൻ്റെ കാര്യം ഇവരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പേപ്പറിൽ വന്നിനി പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇവർ ഇത് മൊത്തം പബ്ലിസിറ്റി ആക്കി. അപ്പം അത് കഴിഞ്ഞ് അഭിറാമിന് വള കിട്ടി. ശ്രീജേഷ് എംബ്രോനും ദിനേശൻ പെരുവണ്ണാനും ചിറക്കക്കൂടത്ത് വെച്ച് അവർ വീരശൃംഖല കൊടുത്തു.
അപ്പം എൻ്റെ കാര്യം അവർ മറന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കാര്യം പറഞ്ഞത് മാത്രമല്ലാണ്ട് വേറെ ഒന്നും അവർ എന്നോടും പറഞ്ഞിട്ടില്ല, ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല. കാരണം നമ്മൾ ഒരിക്കലും അങ്ങോട്ട് ചോദിച്ചിട്ട് വാങ്ങേണ്ട കാര്യമല്ലല്ലോ. നമുക്ക് പിന്നെ കിട്ടേണ്ടതാണെങ്കിൽ, നമുക്ക് ഭാഗ്യമുള്ളതാണെങ്കിൽ ആ സാധനം നമ്മൾ കൈമെടുത്തു. അപ്പം ആ ഒരു കാര്യങ്ങളിലായിരിക്കണം സംഗതി ഇങ്ങനെ പോകുന്നു. ചിറക്കലെ അനുഭവം, അതാണ് ചിറക്കലെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. താങ്കളുടെ ഇത്രയും കാലത്തെ ഈ തെയ്യം ജീവിതാനുഭവങ്ങളിൽ ഏറ്റവും മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചിറക്കക്കൂലോത്തുനിന്ന് ഈ പെരുങ്കളിയാട്ട സമയത്ത് നമ്മൾ തലേന്ന് തോറ്റം, എൻ്റെ തെയ്യായിരുന്നു തോറ്റം കെട്ടി നിൽക്കുന്ന സമയത്ത് വീൽ ചെയറിൽ ഒരു പെൺകുട്ടി വന്നു, തോറ്റത്തിനെ കാണാൻ പെൺകുട്ടി വീൽ ചെയറിൽ വന്നു. അപ്പോൾ ഒരുപാട് മരുന്നും കാര്യങ്ങളും കഴിച്ച് ആ കുട്ടിക്ക് തീരെ ഒരു അവശ നിലയിലുണ്ടായി. ഒന്നും കഴിയില്ല, ഒന്നും പറഞ്ഞു തരാവണം, അധികം സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഈരാണ് ആ കുട്ടി അവിടെ വന്നത്. അപ്പോൾ തോറ്റത്തിനടുക്ക വന്നു. തോറ്റം പിന്നെ എണീച്ച് ആ കുട്ടിയോട് ഒന്നിച്ച് പിന്നെ വീൽ ചെയറിന് സമാന്തരമായിട്ടാണ് തോറ്റിരുന്നു. ആ കുട്ടിയോട് സംസാരിച്ചു. അതിലെ സംസാരമെല്ലാം കഴിഞ്ഞ് പിന്നെ തോറ്റലും കഴിഞ്ഞു നമ്മൾ ഇങ്ങോട്ട് ചോറ് കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആ കുട്ടിയുടെ അമ്മ എന്നെ കാണാൻ വന്നു. ആ കുട്ടിയുടെ അമ്മ എന്നെ കാണാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, കാറിൻ്റെ അടുത്ത് എൻ്റെ മോളാടി ഇരിക്കുന്ന കാറിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, പണിക്കർക്ക് ഒന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ വന്നപ്പോൾ വരുന്നതിനൊന്ന് എന്നിട്ട് അവിടെ പോയി പിന്നെ കണ്ട സമയത്ത് ആ കുഞ്ഞ് കാറിൻ്റെ ഉള്ളിലുണ്ടായി. കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഡോറ് തുറന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും. അപ്പോൾ അവിടെ എൻ്റെ കാല് പിടിക്കാനാണ് വന്നത്. ഞാനപ്പോൾ പറഞ്ഞു, അയ്യോ കാലൊന്നും പിടിക്കണ്ട, നമുക്ക് ഒരു മനസ്സിന് ചെറിയൊരു വിഷമം. കാരണം അങ്ങനെ ഒരു കയ്യായികയില്ല കുട്ടി നമ്മളെ കാല് പിടിക്കാൻ വരുമെന്ന് നമുക്ക് അത്രയും മനസ്സിൽ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അത് വന്നു. പിന്നെ ഞാനപ്പോൾ കുട്ടിയോടെ ഇരുത്തി പറഞ്ഞു, പിന്നെ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ തെയ്യം കാണാൻ പോയിട്ടുണ്ട്, ഒറ്റക്കോലായാലും ബാക്കിയുള്ള തെയ്യായാലും കാണാൻ പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലെ സങ്കടങ്ങളും പിന്നെ വേദനകളും ഇതുവരെ എന്നോട് അത്രയും ആത്മാർത്ഥമായിട്ട് എന്നോട് തുറന്നു പറഞ്ഞൊരു പിന്നെ തെയ്യം അല്ലെങ്കിൽ ഒരു കോലക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. ഇതെൻ്റെ അത്രയും എൻ്റെ അനുഭവങ്ങളിലേക്ക് തെച്ചും എന്നോട് എൻ്റെ ദൈവം പറഞ്ഞു തന്നിട്ടാണ് ആ കുട്ടി എൻ്റെ കാലിന് പോകുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ദൈവം ആ സമയത്ത് നമ്മളതിലൂടെ നമ്മളെ നാവിലൂടെ ദൈവമായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ചിലപ്പോൾ സത്യമാവാൻ, ചിലപ്പം സത്യമല്ലായിരിക്കും. പക്ഷെ അത് ഭയങ്കര അനുഭവമായിരുന്നു. കാരണം ഒരാൾ നമ്മോട് തുറന്ന അയാളെ പിന്നെ വിഷമങ്ങൾ നമ്മളെ ദൈവം, ഞാനൊരു തെയ്യം കിട്ടി, ആ തെയ്യത്തിലൂടെ അവർക്ക് ആ ഒരു പിന്നെ ഇത് കിട്ടി, ഒരു മനസ്സമാധാനം കിട്ടിയെന്ന് നമ്മളോട് തുറന്ന് പറയുന്ന സമയത്ത് നമുക്ക് അത്രയും സന്തോഷമാണ്. ആ ഒരു ഇതൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അതുപോലെ മാടായി ഇട്ടമ്മൽ നമ്മളെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഈ തെയ്യത്തിന് അടയാളം മേടിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നെ പേടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒന്നാമത് പുനഃപ്രതിഷ്ഠയും തെയ്യാണ്. പിന്നെ മാടായിക്കാവുന്ന നമ്മളെ കുളിച്ചു തോറ്റം വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് എന്നോട് പിന്നെ നാട്ടിലുള്ളവരായാലും എൻ്റെ കുടുംബക്കാരായാലും ഒരുപാട് പേര് എന്നോട് നെഗറ്റീവായിട്ട് സംസാരിച്ചു. അപ്പോൾ നീ വിചാരിക്കും നീ മറ്റുള്ള തെയ്യം കെട്ടിയ പോലെയല്ല, വിഷ്ണുമൂർത്തി കെട്ടും പോലെയോ അല്ലെങ്കിൽ പിന്നെ കുളിയും കെട്ടും പോലെയോ അല്ല ഒരു ഒറ്റക്കോളം കെട്ടുക. അത് അത്രയും റിസ്ക്കുള്ള തെയ്യമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിന് ചെയ്യാനുണ്ട്. പിന്നെ നീ നിൻ്റെ കുട്ടിക്കളിയൊന്നും അവിടെ കളിക്കാൻ പറ്റില്ല, നിന്നെ കൊണ്ടാവുന്ന പണിക്ക് നിന്നത്, നിന്നെ കൊണ്ടാവൂല എന്ന് ഒരുപാട് പേര് എന്നെ നെഗറ്റീവായിട്ട് സംസാരിച്ചു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ രാഘവട്ടൻ എന്നോട് പറഞ്ഞത്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നീ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നീ എന്താണോ നിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്താണോ അതുപോലെ പ്രവർത്തിക്കുക, ദൈവം നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു. ആ ഒരു പറഞ്ഞ വാക്കിൻ്റെ പുറത്താണ് മനസ്സിലെപ്പോഴും ആ ഒരു വാക്ക് വെച്ചിട്ടാണ് ഞാൻ ആ തെയ്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അതുപോലെ തന്നെ ആ വ്യക്തി പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു പിന്നെ മൂക്കും കൂടി വേർക്കാൻ ഇടവരുത്താതെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായി. അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. ഇപ്പോൾ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പോസ്റ്റുകളുണ്ടായിരുന്നു. അതായത് തീച്ചാണ്ടിന് അതിൻ്റെ മേലേരിയെ പറ്റിയിട്ട്, മേലേരി ഇത്രമാത്രം മേലേരി വേണോ, അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഈ ഒരു ചടങ്ങുകൾ ഒഴിവാക്കിക്കൂടെ എന്ന രീതിയിലുള്ള ഒരുപാട് പോസ്റ്റുകൾ. അതിൽ കുറേ ആൾക്കാർക്ക് കൈകാലം നഷ്ടപ്പെട്ട അങ്ങനെയുള്ള ഒരുപാട് ഇത് ഉൾപ്പെടുത്തിയൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ ഈ മേലേരി ഇത്രമാത്രം വലിയ മേലേരി വേണോ അല്ലെങ്കിൽ ചെറിയ മേലേരിയാണോ, ഏതാണ് ഒരു കോലക്കാരൻ എന്ന രീതിയിൽ ഈ മേലേരിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കോലക്കാരൻ എന്ന രീതിയിൽ പിന്നെ നമുക്ക് തീച്ചാൻ വേണ്ടി ഒറ്റക്കോലത്തിന് എപ്പോഴും
നല്ല മേലേരി ഉണ്ടാകും. ഏറ്റവും കൂടുതൽ മേലേരി ഉണ്ടെങ്കിൽ തെയ്യക്കാരന് അത്രയും നല്ലതാണ്. എത്രത്തോളം മേലേരി ഉണ്ടോ അത്രത്തോളം തെയ്യക്കാരന് തീയിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടി, ആ തീയിലേക്ക് പണങ്ങാൻ വേണ്ടിയിട്ട് അത്രയും സുഖമുണ്ട്. മേലേരി കുറയുന്നതിനെ നമ്മൾ നെഞ്ചടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നെഞ്ചടിച്ച് വീഴുന്നതിനെ നമ്മൾ ഹാർട്ട് ബീറ്റിന് ചെറിയൊരു പ്രശ്നം വരും. നെഞ്ചായാലും പിന്നെ നമ്മുടെ ശരീരത്തിന് മൊത്തമായിട്ടും പ്രശ്നം വരും. അതുമാത്രമല്ല, ചെറിയ മേലേരി ആകുമ്പോൾ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടും നമുക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ നമുക്കൊരിക്കലും പിന്നെ ചെറിയ മേലേരി ആയാലും വലിയ മേലേരി ആയാലും കൊള്ളൂലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയും. അല്ലെങ്കിൽ വേറൊരു ബുദ്ധിമുട്ടും നമുക്ക് വരൂലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയും. കൊള്ളേണ്ടത് ചെറുതായാലും വലുതായാലും പോകും. പക്ഷെ ഒരേപോലെ തന്നെ. പക്ഷെ തെയ്യക്കാരനെ അപേക്ഷിച്ച് നല്ല മേലേരി, ഏറ്റവും വലിയ മേലേരിയാണ് തെയ്യക്കാരന് പണങ്ങാത്തത്. നമ്മൾ പറയുമ്പോൾ ഈ ചടങ്ങ് മാത്രമായിട്ട് ചെയ്യുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പം ചീമേനി, പൊതാവൂര്, പയ്യന്നൂര് അങ്ങനെയുള്ള സ്ഥലത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ഇതേപോലെ നമ്മൾ ഇങ്ങോട്ടുള്ള പോലെയല്ല, ഒരുപാട് വലിയ മേലേരി കൂട്ടും. വലിയ മേലേരി വെച്ചാൽ നല്ല ഒരു കുന്നോളം തന്നെ മേലേരി അവർ കൂട്ടും. അവർ കൂട്ടിക്കഴിഞ്ഞിട്ട് അവരെ സങ്കല്പത്തിന്, അവരെ ചടങ്ങിന് വേണ്ടി മാത്രം ഒരു 40 കൈ അത്ര വീണ അവർക്ക് ആ പരിദേവതന അകത്തോളം കാണണം. അത്രയും ഉണ്ട്. അപ്പോൾ അവർ പിടിച്ചു അവർക്ക് എന്നാൽ ആ പരിദേവത ആ തീരൊന്ന് വീഴുന്നത് കാണണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് 101 വീഴണം അല്ലെങ്കിൽ പിന്നെ 150 വീഴണം അങ്ങനത്തെ ഒരു സംഗതിയും കാര്യമൊന്നും അങ്ങോട്ടില്ല. അങ്ങോട്ട് അവരെ ചടങ്ങിന് വേണ്ടി മാത്രം അവർ നിർവഹിക്കുന്ന കർമ്മങ്ങളാണ്. അതുപോലെ ഇങ്ങോട്ടും ആക്കണമെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ വഴിയാണ് ഈ സോഷ്യൽ മീഡിയകളിലും പിന്നെ മൊത്തം വന്നത്. മേലേരിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ഇപ്പം മേലേരി ഇപ്പം ഹൈറ്റ് കൂടുന്നതാണ് ശരിക്കും ഒരു കൊലക്കാരനെ തീർച്ചയായും. അപ്പോൾ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു രജിൻലാൽ പണിക്കർക്ക് ഒരുപാട് നന്ദി. ഇനി ഒരുപാട് തെയ്യക്കാവിലേക്ക്